വലിയ വില കൊടുത്ത് ഒരു സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി നമുക്കൊരു അത്യാഹിത ഘട്ടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതുമല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായി കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ കൊണ്ട് നമുക്കൊരു ഗുണവുമില്ലാത്ത ഒരു സിറ്റുവേഷൻ, അതൊരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2 സെറ്റിങ്സുകൾ നിങ്ങൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ ഇത് സഹായകമായേക്കും. അതുമല്ലെങ്കിൽ നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് സഹായകമായേക്കും. ഏതാണ് ആ സെറ്റിങ്സ്, എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ 2 സെറ്റിങ്സ് നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ആദ്യം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇവിടെ സെർച്ച് ബാറിൽ എമർജൻസി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. എമർജൻസി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എമർജൻസി കോൺടാക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എമർജൻസി കോൺടാക്റ്റ് എന്ന് മുകളിൽ കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് എമർജൻസി കോൺടാക്റ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരു കോൺടാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. താഴെ നിങ്ങൾക്ക് ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം എനബിൾ ആണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോൺടാക്റ്റ് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു കോൺടാക്റ്റ് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഡണ്ണ് കൊടുക്കുകയാണ്. ഓക്കെ, ഡണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ എമർജൻസി കോൺടാക്റ്റിൽ ഈ ഒരു കോൺടാക്റ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാമതും ഞാനിവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു കോൺടാക്റ്റ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കോൺടാക്റ്റ്. ഓക്കെ, അതും ഞാനിവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. 2 കോൺടാക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഓണാണെന്ന് നോക്കണം കേട്ടോ. അവിടെ ഓണാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഏറ്റവും മുകളിൽ മെഡിക്കൽ ഇൻഫോ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നെയിം, അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഹൈറ്റ്, വെയ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നവർക്ക് ഈ ഒരു മെഡിക്കൽ ഇൻഫോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് മാത്രം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യാണ്. എ പോസിറ്റീവ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം എനബിൾ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇനി സെറ്റിങ്സിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ലോക്ക് സ്ക്രീൻ ആൻഡ് AOD എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ലോക്ക് സ്ക്രീൻ മാത്രമായിരിക്കും. ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഐക്കണോട് കൂടിയിട്ട് കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആരുടെയെങ്കിലും നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. അങ്ങനെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ മറ്റൊരു ഡണ്ണും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ കൂടി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാണ്. മൊബൈൽ ലോക്ക് ചെയ്തു. ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആൾ നിങ്ങളുടെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് തുറക്കാതെ തന്നെ ആ ലോക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നമ്പറാണ് അവർക്ക് കാണുക, രണ്ടാമത് നിങ്ങൾ സെറ്റ് ചെയ്ത നമ്പർ. ഇനി അങ്ങനെ നിങ്ങൾ രണ്ടാമത് സെറ്റ് ചെയ്ത നമ്പർ അവിടെ ഇല്ല എങ്കിൽ ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ എമർജൻസി കോൾ എന്ന ഓപ്ഷൻ അവർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എമർജൻസി കോളിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത ആ നമ്പർ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ അവർക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ കോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നവർക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ കോൾ ചെയ്തിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കും. രണ്ടാമത് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മെഡിക്കൽ ഇൻഫോ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേരടക്കം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുവാനും ഈ ഒരു 2 സെറ്റിങ്സിലൂടെ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഈ 2 സെറ്റിങ്സുകളും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ആരോഗ്യനില അവരെ അറിയിക്കാനും വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ
ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പല ആളുകൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഈ ഒരു നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.